ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്ററ്റ് കാറ്റഗറി 2 പാർട്ട് 3 മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 121 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങളാണ് പാർട്ട് 3 മലയാളം വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ഏതാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏത്? രമണീയം, മൃദുലത, ദാർശനികൻ, വൈജ്ഞാനികൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ദാർശനികനാണ്. 122ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ഉപമ അലങ്കാരത്തിന് ഉദാഹരണമായ വഴികൾ ഏത്? അപ്പൊ അതിൽ ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. പുടവയ്ക്ക് പിടിച്ച തീ ചുഴന്നുടൽ കത്തുന്നൊരു ബാലപോലകൾ. ഇപ്പോ ഉപമ എന്ന് പറയുമ്പോൾ എന്താണ്? പോലെ എന്ന് വരും അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. 123ാമത്തെ ചോദ്യം, ടേം വിലയിരുത്തൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ആദ്യം പരിഗണിക്കുന്നത് ഏത്? പഠിതാവിന്റെ പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, പഠന നേട്ടം എത്രത്തോളം കൈവരിച്ചു എന്ന് വിലയിരുത്തൽ, പഠന പ്രക്രിയകളെ വിലയിരുത്തൽ, വൈജ്ഞാനിക ധാരണകളെ വിലയിരുത്തൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പഠന നേട്ടം എത്രത്തോളം കൈവരിച്ചു എന്ന് വിലയിരുത്തൽ. അടുത്ത 124ാമത്തെ ചോദ്യം, പഠനത്തെ സംബന്ധിച്ച് ജ്ഞാനനിർമ്മിതിവാദം അവതരിപ്പിച്ച ആശയം ഏത്? ഉൾപ്രേരണ പഠനത്തിലേക്ക് നയിക്കുന്നു, ബാഹ്യപ്രേരണ പഠനത്തിലേക്ക് നയിക്കുന്നു, ചേഷ്ടകളെ പരുവപ്പെടുത്തുന്ന പ്രക്രിയയാണ് പഠനം, ആവർത്തനം, ഉരുവിടൽ എന്നിവ പഠനത്തെ ഫലപ്രദമാക്കും. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. ഉൾപ്രേരണ പഠനത്തിലേക്ക് നയിക്കുന്നു. 125ാമത്തെ ചോദ്യം, പർവ്വതം എന്ന പദത്തിന്റെ പര്യായമായ പദജോഡി ഏത്? അചലം ഗിരി, അദ്രി ധരണി, ശൈലം ശൃംഗം, മഹീധരം പാർവതി. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. അചലം ഗിരി. 126ാമത്തെ ചോദ്യം, മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന വാദം അവതരിപ്പിച്ചത് ആര്? നോം ചോംസ്കി, വി.എഫ്. സ്കിന്നർ, ജീൻ പിയാഷെ, വൈഗോട്സ്കി. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. വി.എഫ്. സ്കിന്നർ. 127ാമത്തെ ചോദ്യം, ഭാഷാ അധ്യാപനത്തിലെ അനുക്രമീകരണ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയവയിൽ ശരിയായത് ഏത്? പ്രകടനത്തിന് മുമ്പ് സ്വീകരണം, സംഘയത്നത്തിന് മുമ്പ് വ്യക്തിയത്നം. രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 128ാമത്തെ ചോദ്യം, മല്ലികാമാലയും മുല്ലതൻ മാലയും നല്ല വിധാനത്തിൽ തൂക്കിമെല്ലെ. ഈ വരികളുടെ താളത്തിന് സമാനമായ വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. ഓരോ മലരിലും ഓരോ തളരിലും ഓടിക്കുഴങ്ങേണ്ട നേത്രമേനി. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. 129ാമത്തെ ചോദ്യം, കേരള പാണിനീയത്തിന് ആദ്യം അവതാരിക എഴുതിയത് ആര്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, സി.വി. വാസുദേവ ഭട്ടതിരി, കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. 130ാമത്തെ ചോദ്യം, ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കരുത് എന്ന അർത്ഥമുള്ള പഴഞ്ചൊല്ല് ഏത്? കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം, കുനിഞ്ഞു കാല് പിടിച്ചാൽ കുടഞ്ഞു ചവിട്ടരുത്, മുല്ലപ്പൂവിന്റെ ഗുണത്താലെ വാഴനാരിനും മോക്ഷം, മുരിക്കിൻ തടിയായാലും മുറുകെ പിടിക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കുനിഞ്ഞു കാല് പിടിച്ചാൽ കുടഞ്ഞു ചവിട്ടരുത്. 131ാമത്തെ ചോദ്യം, ക്ലാസ്സിലെ പല കുട്ടികൾക്കും വായനയിലും എഴുത്തിലും പ്രയാസം നേരിടുന്നുണ്ട്. ജ്ഞാനനിർമ്മിതി സങ്കല്പത്തിലുള്ള ക്ലാസ്സിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ടീച്ചർക്ക് സ്വീകരിക്കാവുന്ന യോജിച്ച രീതി ഏതാണ്? തെറ്റുവരുന്ന പദങ്ങൾ ആവർത്തിച്ച് എഴുതിക്കുകയും വായിപ്പിക്കുകയും ചെയ്യുക, കാരണങ്ങൾ കണ്ടെത്തുന്നതിനായി ക്രിയാഗവേഷണം നടത്തുക, പ്രത്യേകം ക്ലാസ്സിലേക്ക് മാറ്റിയിരുത്തി തുടർച്ചയായി പരിശീലനം നൽകുക, കൃത്യമായി ഗൃഹപാഠം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം രക്ഷിതാക്കളെ അറിയിക്കുക. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. കാരണങ്ങൾ കണ്ടെത്തുന്നതിനായി ക്രിയാഗവേഷണം നടത്തുക. 132ാമത്തെ ചോദ്യം, ഭാഷാ സമഗ്രത ദർശനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? തുടർച്ചയായ ഉരുവിടൽ പരിശീലനത്തിലൂടെയാണ് കുട്ടി ഭാഷ പഠിക്കുന്നത്. മുതിർന്നവരുടെ ഭാഷ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത്. സ്വന്തം രീതിയിൽ പഠന പ്രക്രിയയിൽ മുഴുകുമ്പോഴാണ് കുട്ടി ഭാഷ പഠിക്കുന്നത്. ഭാഷാ പഠനം പൂർണ്ണമായും പ്രബലനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. സ്വന്തം രീതിയിൽ പഠന പ്രക്രിയയിൽ മുഴുകുമ്പോഴാണ് കുട്ടി ഭാഷ പഠിക്കുന്നത്. അടുത്ത 133ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? അയാൾ ഉച്ചസ്ഥരം ഉറക്കെ സംസാരിച്ചു, പൊടിച്ചതിനെ വീണ്ടും പിഷ്ടപേഷണം ചെയ്യരുത്, സർവതോന്മുഖമായ വികാസമാണ് ജീവിത ലക്ഷ്യം, സാമൂഹിക വിമർശനം കലാലക്ഷ്യമാണ്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. സാമൂഹിക വിമർശനം കലാലക്ഷ്യമാണ്. അടുത്ത 134ാമത്തെ ചോദ്യം, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാ. പ്രസിദ്ധമായ ഈ വരികൾ കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ചിന്താവിഷ്ടയായ സീത, നളിനി, ലീല, കരുണ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, നളിനി. 135ാമത്തെ ചോദ്യം,
താഴെ കൊടുത്തവയിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ മികവുകളുമായി ബന്ധമില്ലാത്തത് ഏത്? സാമൂഹ്യവൽക്കരണം സാധ്യമാക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാർക്കും ലഭിക്കുന്നു, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കൂൾ സംവിധാനം ഒരുക്കുക. അപ്പം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള ഏതാണ് ബന്ധമില്ലാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കൂൾ സംവിധാനം ഒരുക്കുക. 136 ചോദ്യം, കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പഠന പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിന് ഏറ്റവും യോജിച്ച സമീപനം ഏതാണ്? ചിത്ര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, പ്രധാന ആശയങ്ങൾ മനഃപ്പാഠമാക്കുന്നതിന് അവസരം നൽകുക, ഓഡിയോ രൂപത്തിലുള്ള പഠന സാമഗ്രികൾ പരമാവധി ഉപയോഗിക്കുക, ടീച്ചർ പാഠഭാഗങ്ങൾ വായിച്ച് വിശദീകരിച്ചു കൊടുക്കുക. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. ഓഡിയോ രൂപത്തിലുള്ള പഠന സാമഗ്രികൾ പരമാവധി ഉപയോഗിക്കുക. അടുത്ത ചോദ്യം 137, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് ഭാഷാപരമായ ബുദ്ധി വികാസത്തിന് താരതമ്യേന അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ഏതാണ്? സംവാദം, സെമിനാർ, മൂകാഭിനയം, പ്രഭാഷണം. ഉത്തരം വരുന്ന ഓപ്ഷൻ സി, മൂകാഭിനയം. 138 ചോദ്യം, എല്ലാ ഉപായങ്ങളും ഒന്നിച്ചു പ്രയോഗിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? അഷ്ടകലാശം ചവിട്ടുക, ഒരു മുഴം നീട്ടി എറിയുക, അരയും തലയും മുറുക്കുക, തോളോട് തോളുരുമുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അരയും തലയും മുറുക്കുക. 139 ചോദ്യം, 2024 വയലാർ അവാർഡ് ലഭിച്ച കാട്ടൂർകടവ് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? കവിത, നോവൽ, ചെറുകഥ, നിരൂപണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, നോവൽ. 140 ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏത്? വെണ്മ, വെൺ അധികം മാ, ത്വങ്മാംസം, ത്വക് അധികം മാംസം, മേന്മേൽ, മേൽ അധികം മേൽ, ദിഗന്ധം, ദിഗ് അധികം അന്തം. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, ത്വങ്മാംസം, ത്വക് അധികം മാംസം. അടുത്ത 141 മുതൽ 145 വരെയുള്ള ചോദ്യം ഒരു ഗദ്യഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിന്റെ ഉത്തരം എഴുതാനായിട്ടാണ്. അപ്പൊ നമുക്ക് അതിന്റെ ചോദ്യങ്ങൾ നോക്കാം. 141, ഭാഷ കൊണ്ട് സാധ്യമായവയിൽ വെച്ച് ഏറ്റവും ആഹ്ലാദകരമായ ഉക്തിയാണ് കവിത എന്ന് നിരീക്ഷിച്ചത് ആരാണ്? ദണ്ഡി, വാമനൻ, ക്ഷേമേന്ദ്രൻ, മാത്യു അർണോൾഡ്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി, മാത്യു അർണോൾഡ് ആണ്. കവിതയെക്കുറിച്ച് കാവ്യമർജന്മാരുടെ നിരീക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വാക്കുകളുടെ കലയാണ് കവിത, രസപ്രദമായ വാക്യമാണ് കവിത, രമണീയാർത്ഥ പ്രതിപാദകമായ ശബ്ദമാണ് കവിത, കേവലം വക്രോക്തിയാണ് കവിത. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി, കേവലം വക്രോക്തിയാണ് കവിത. ഭാരതീയ സാഹിത്യാചാര്യന്മാർ കാവ്യശരീരമായി പരിഗണിച്ചത് എന്തെല്ലാം? ധ്വനിയും രസവും, ഔചിത്യവും താളവും, വികാരവും ശബ്ദവും, വക്രോക്തിയും അലങ്കാരവും. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, വക്രോക്തിയും അലങ്കാരവും. 144 ചോദ്യം, കാവ്യ സൗന്ദര്യത്തെ കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണം എന്ത്? വാക്കുകൾ ധ്വനിപ്പിക്കുന്ന സമന്വയമാണ് കാവ്യ സൗന്ദര്യം, ഭാവനിരസമാണ് കവിതയുടെ സൗന്ദര്യം, ശബ്ദ സൗന്ദര്യമാണ് കാവ്യ സൗന്ദര്യം, രൂപ സൗന്ദര്യമാണ് കാവ്യ സൗന്ദര്യം. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, വാക്കുകൾ ധ്വനിപ്പിക്കുന്ന സമന്വയമാണ് കാവ്യ സൗന്ദര്യം. അടുത്ത 145 ചോദ്യം, കാവ്യ സൗന്ദര്യം സൃഷ്ടിക്കാൻ കഴിയുന്നത് ആർക്കാണ്? രൂപ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്നവർക്ക്, വാക്കുകളുടെ ശില്പകല അറിയുന്നവർക്ക്, അന്വേഷണ തൃഷ്ണയുള്ളവർക്ക്, പക്ഷപാതം പുലർത്തുന്നവർക്ക്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വാക്കുകളുടെ ശില്പകല അറിയുന്നവർക്ക്. അടുത്തത് 146 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു പദ്യഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 146, ആരാമത്തിലെ പൂക്കളുടെ പ്രത്യേകത എന്തായിരുന്നു? മഞ്ഞിൻ കണങ്ങളിൽ കുളിച്ചു നിന്ന മറ്റുള്ളവരുടെ പതനത്തിൽ ആഹ്ലാദിച്ചു, നിറത്തിന്റെ പേരിൽ വേർതിരിവ് കാണിച്ചു, മിഥ്യാഭിമാനമില്ലാതെ ഏകവർണമായി ആഹ്ലാദിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മിഥ്യാഭിമാനമില്ലാതെ ഏകവർണമായി ആഹ്ലാദിച്ചു. 147, തന്നുടെ ജാതിയെ ചൊല്ലിയവയെല്ലാം മിന്നിളം കാറ്റത്ത് തുള്ളിടുന്നു. ഈ വരികളിലെ ആശയത്തിന് ഏറ്റവും യോജിച്ച പ്രസ്താവന ഏത്? സുവർണകാലം അവസാനിച്ചു, ജാതിയുടെ പേരിൽ അഹങ്കരിക്കുന്നു, ജാതിക്ക് അതീതമായി സ്നേഹവും സാഹോദര്യവും വളരുന്നു, ഓരോരുത്തരും സ്വന്തം നേട്ടത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓരോരുത്തരും സ്വന്തം നേട്ടത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. 148, പൂങ്കാവനത്തിലെ സുവർണകാലം കഴിഞ്ഞുപോയി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? പൂക്കൾ പല വർണ്ണങ്ങളായി വേർപിരിഞ്ഞു, സൂര്യരശ്മികൾ പൂക്കളെ കരിച്ചു കളഞ്ഞു, പ്രകൃതിയിൽ മഞ്ഞുകണങ്ങൾ ഇല്ലാതായി, പൂക്കൾക്ക് വർണ്ണം നഷ്ടമായി. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, പൂക്കൾ പല വർണ്ണങ്ങളായി വേർപിരിഞ്ഞു.
149 മാമരച്ചായയിൽ ജീവിതം ഹോമിച്ച പൂക്കൾ നൽകുന്ന സന്ദേശമെന്ത്? സ്വന്തം ജീവിതം കൊണ്ട് ലോകം സുന്ദരമാക്കുക, സ്വയം ജീവിതം അവസാനിപ്പിക്കുക, സ്വന്തം ജീവിതം സുഗന്ധപൂരിതമാക്കുക, പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്വന്തം ജീവിതം കൊണ്ട് ലോകം സുന്ദരമാക്കുക. അവസാന ചോദ്യം, കൂട്ടത്തിൽ ഒരാൾ കൊഴിഞ്ഞു വീഴുമ്പോൾ മറ്റുള്ളവയുടെ പ്രതികരണം എന്തായിരുന്നു? അഭിമാനത്തോടെ ശിരസ് കുനിച്ചു, മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തി, ശിരസ് കുനിച്ചു കണ്ണീരൊഴുക്കി, സന്തോഷത്തോടെ ഉല്ലസിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ശിരസ് കുനിച്ച് കണ്ണീരൊഴുക്കി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് പാർട്ട് 3 മലയാളത്തിൽ ചോദിച്ചത്. അപ്പൊ ഇതൊരു ടെന്റേറ്റീവ് ആൻസർ കീ ആണ്. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ നമ്മൾ ആ ആൻസേഴ്സ് പിൻ ചെയ്ത് വെക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്